ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേവിയും മഹിഷാസുരൻ്റെ സേനാനിയുമൊക്കെ ആയിട്ടുള്ള യുദ്ധങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ചിക്ഷുരൻ എന്ന അസുരൻ ആദ്യം വന്നു, യുദ്ധം ചെയ്തു, മരിച്ചു. അത് കഴിഞ്ഞ് ചിക്ഷുരൻ്റെ സ്ഥാനത്ത് ചാമരൻ എന്നൊരസുരൻ ആനപ്പുറത്ത് കയറി വന്നു, അവനുമായിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ അപ്പോൾ ദേവിയുടെ വാഹനമായ സിംഹം ആ ചാമരൻ്റെ ആനയുടെ മേളിൽ കയറിയിരുന്ന് യുദ്ധം ചെയ്യുന്നു. അവർ തമ്മിൽ അതിക്രൂരമായ പ്രഹരങ്ങൾ നടക്കുന്നു എന്ന്, അതിദാരുണമായ പ്രഹരങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രഹാരൈര് അതിദാരുണൈഹി എന്ന് പറഞ്ഞാണ് യുയുധാതേതി സംരബ്ധവും പ്രഹാരൈരതി അതിദാരുണൈഹി എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അതായത് ആ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു പ്രഹരങ്ങളെ കൊണ്ട് എന്ന്. ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്ന ശ്ലോകങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ഇതാദ്യം വായിക്കുന്നത് പഴയ പുസ്തകങ്ങളിൽ നിന്നാണ്. ആ പഴയ പുസ്തകമുള്ളവർ ഇത് കേൾക്കുക. തതോ വേഗാത് ഖമുൽപത്യ നിപത്യ ച മൃഗാരിണ കരപ്രഹാരേണ ശിരശ്ചാമരസ്യ പൃഥകൃതം ഉദഗ്രശ്ചരണേ ദേവ്യാ ശിലാവൃക്ഷാദിബിർഹതഃ ദന്തമുഷ്ടിത്തലൈശ്ചൈവ കരാളശ്ച നിപാതിതഃ ദേവീ ക്രുദ്ധാ ഗദാപാദൈശ്ചൂർണയാമാസ ചോദ്ധതം ബാഷ്കളം ബിന്ദിപാലേന ബാണൈസ്താമ്രം തഥാന്തകം ഉഗ്രാസ്യമുഗ്രവീര്യം ച തഥൈവ ച മഹാഹനും ത്രിനേത്രാ ച ത്രിശൂലേന ജഘാനപരമേശ്വരീ ബിഡാലസ്യാസിനാകായാത് പാദയാമാസ വൈശിരഃ ദുർധരം ദുർമുഖം ചോഭൗ ശരൈർനിന്യേയമക്ഷയം ഏവം സംക്ഷീയമാണേതു സ്വസൈന്യേ മഹിഷാസുരഃ മാഹിഷേണ സ്വരൂപേണ ത്രാസയാമാസ താൻ ഗണാൻ. ഇത്രയാണ് ഇന്ന് പഠിക്കേണ്ടത്. ഇനി പിരിച്ചു പറയാം. ഒന്നിച്ചെഴുതിയിരിക്കുന്നത് ഉദഗ്രഹ ച ഉദഗ്രശ്ച ഖം ഉൽപത്യ ഖമുൽപത്യ ഖം ഉൽപത്യ ശിരഃ ചാമരസ്യ ശിരശ്ചാമരസ്യ ഉദഗ്രഹ ച ഉദഗ്രശ്ച ശിലാവൃക്ഷാദിഭിഃ ഹതഃ ശിലാവൃക്ഷാദിഭിർഹതഃ ദന്തമുഷ്ടിത്തലൈഃ ച ഏവ ദന്തമുഷ്ടിത്തലൈശ്ചൈവ കരാളഃ ച കരാളശ്ച ഗദാപാദൈഃ ചൂർണയാമാസ ഗദാപാദൈശ്ചൂർണയാമാസ ച ഉദ്ധതം ചോദ്ധതം ബാണൈഃ താമ്രം ബാണൈസ്താമ്രം തഥാ അന്തകം തഥാന്തകം ഉഗ്രാസ്യം ഉഗ്രവീര്യം ഉഗ്രാസ്യമുഗ്രവീര്യം തഥാ ഏവ തഥൈവ ബിഡാലസ്യ അസിന ബിഡാലസ്യാസിന ച ഉഭൗ ചോഭൗ ശരൈഃ നിന്യേ ശരൈർനിന്യേ
അത്രയേ ഉള്ളൂ പിരിച്ചു പറയാൻ. ഇനി നമ്മൾക്ക് ശ്ലോകം വായിച്ചിട്ട് അർത്ഥം നോക്കാം. ആദ്യത്തെ ശ്ലോകം തതോ വേഗാത് ഖമുൽപത്യ നിപത്യ ച മൃഗാരിണ കരപ്രഹാരേണ ശിരഃ ചാമരസ്യ പൃഥക് കൃതം. തതഃ വേഗാത് ഖം ഉൽപത്യ നിപത്യ ച മൃഗാരിണ കരപ്രഹാരേണ ശിരഃ ചാമരസ്യ പൃഥക് കൃതം. ഇതാണ് ശ്ലോകം. തതോ വേഗാത് ഖമുൽപത്യ നിപത്യ ച മൃഗാരിണ കരപ്രഹാരേണ ശിരശ്ചാമരസ്യ പൃഥക് കൃതം. ശിരഃ ചാമരസ്യ എന്ന് വേറെ വേറെയും പറയാം, ശിരശ്ചാമരസ്യ എന്ന് ഒന്നിച്ചും പറയാം. അപ്പോൾ തതഃ അനന്തരം വേഗാത് വേഗത്തിൽ ഖം ആകാശം അല്ലെങ്കിൽ മുകളിൽ, ഖം ഉൽപ്പത്യ കുതിച്ച് ചാടി, ചാടുക എന്ന് പറയും, കുതിച്ച് ചാടുക ഉൽപ്പത്യ, നിപത്യ പതിച്ചിട്ട്, മൃഗാരിണ മൃഗം മാനാണ്, അരി മാനിൻ്റെ ശത്രു, അരി എന്ന് പറയുന്ന ശത്രു. അപ്പം മാനിൻ്റെ ശത്രു ആരാ? സിംഹം. അപ്പം ആ സിംഹം എന്നവിടെ അർത്ഥം. കരപ്രഹാരേണ സിംഹത്തിൻ്റെ കരം, കയ്യ്, പ്രഹരം തന്നെ, അടി. അപ്പം കൈകൊണ്ടടിച്ച് എന്നർത്ഥം. ശിരഃ ശിരസ്, തല. ചാമരസ്യ ചാമരൻ്റെ തല. പൃഥക് വേറെ, കൃതം ചെയ്തു. അപ്പം വേറെ ചെയ്തു. പൃഥക് കൃതം. കൃതം എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നും, പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ വേറെയാക്കി ചെയ്തു. ശരീരത്തിൽ നിന്ന് തലയെ വേറെയാക്കി ചെയ്തു. ശിരശ്ചാമരസ്യ പൃഥക് കൃതം. അപ്പം തതോ വേഗാത് ഖമുൽപത്യ അനന്തരം ആ സിംഹം കുതിച്ച് ചാടി താഴെ പതിച്ചിട്ട്, ആ സിംഹം എന്നുള്ള ആദ്യം എടുക്കണം. മൃഗാരിണ എന്ന് പറഞ്ഞാൽ, മൃഗം എന്ന് പറഞ്ഞാൽ മാനിൻ്റെ ശത്രുവാണ് സിംഹം. ആ സിംഹം മുകളിലോട്ട് ചാടി താഴോട്ട് വന്ന് കരപ്രഹാരേണ ശിരഃ ചാമരസ്യ പൃഥക് കൃതം. ചാമരൻ്റെ ശിരസിനെ കൈകൊണ്ടടിച്ച് വേറെയാക്കി ചെയ്തു. അതായത് സിംഹം മുകളിലോട്ട് കുതിച്ച് ചാടി താഴെ വന്ന് ആ ചാമരൻ്റെ തലയ്ക്ക് അടിച്ച് തല വേറെയാക്കി ചെയ്തു. ശരീരത്തിൽ നിന്ന് വേർപെടുത്തി എന്ന് പറഞ്ഞാൽ തലയടിച്ചു വീഴ്ത്തി എന്നർത്ഥം. തതോ വേഗാത് ഖമുൽപത്യ നിപത്യ ച മൃഗാരിണ കരപ്രഹാരേണ ശിരഃ ചാമരസ്യ പൃഥക് കൃതം. അടുത്ത ശ്ലോകം ഉദഗ്രശ്ചരണേ ദേവ്യ ഉദഗ്രഹ ച ഉദഗ്രൻ എന്ന അസുരൻ രണേ രണം യുദ്ധം. ഉദഗ്രഹ ച രണേ ദേവ്യ ശില വൃക്ഷാദിഭിഃ ഹതഃ ദന്തമുഷ്ടിതലൈഃ ച ഏവ കരാളഃ ച നിപാതിതഃ. ഉദഗ്രശ്ചരണേ ദേവ്യ ശിലാവൃക്ഷാദിഭിർഹതഃ ദന്തമുഷ്ടിതലൈശ്ചൈവ കരാളശ്ച നിപാതിതഃ. ഉദഗ്രൻ എന്ന അസുരൻ, ആ ചാമരനെ ആ സിംഹം അടിച്ചു കൊന്നു, ദേവിയുടെ വാഹനമായ സിംഹം. ഉദഗ്രൻ എന്ന അസുരൻ ദേവിയോട് യുദ്ധത്തിൽ ദേവിയാൽ, അതായത് ദേവിയുടെ നിശ്വാസത്തിൽ നിന്ന് വന്നത്. അപ്പം ദേവി തന്നെ ശിലാവൃക്ഷം, ദേവിയാൽ നിന്നും ചില പുസ്തകത്തിൽ ദേവിയുടെ ഭൂതഗണങ്ങൾ, ദേവിയുടെ നിശ്വാസത്തിൽ നിന്ന് വന്ന, അതായത് ദേവി എപ്പം വേണമെങ്കിലും ദേവിയുടെ ഭൂതഗണങ്ങളെ ഇത് ചെയ്യാമല്ലോ, വിഭൂതികളാണ് ദേവിയുടെ. അപ്പം ആ വിഭൂതികളിൽ, ആ നിശ്വാസത്തിൽ നിന്നുണ്ടായ വിഭൂതികൾ ആയ ഭൂതഗണങ്ങൾ, ശില എന്ന് പറഞ്ഞാൽ കല്ല്, വൃക്ഷം എന്ന് പറഞ്ഞാൽ മരങ്ങൾ മുതലായവയാൽ ഹതഹ കൊന്നു,
എന്ന് പറയുന്നു. അപ്പം ഉദഗ്രനെ ദേവിയുടെ ദേവിയാൽ വൃക്ഷങ്ങളും കല്ലുകളും വൃക്ഷമൊക്കെ പറിച്ചെടുത്തു, കല്ലുകളൊക്കെ പൊക്കിയെടുത്തു. എന്നിട്ട് അവരെ അടിച്ചും ഇടിച്ചും കൊന്നു. ആരെ? ഉദഗ്രനെ. ദന്തമുഷ്ടി തലയിസ് ചെയ്യുക. ദന്തം പല്ലാണ്, മുഷ്ടി എന്ന് പറഞ്ഞാൽ കൈ ചുരുട്ടി പിടിക്കുന്നതിനാണ് മുഷ്ടി എന്ന് പറയുന്നത്. കൈത്തലൈഹി, കൈത്തലം ചുരുട്ടി പിടിച്ചാൽ അത് മുഷ്ടിയായി. അപ്പം അവയാൽ കരാളശ്ച നിപാതിത, കരാളൻ എന്ന അസുരനെയും കൊല്ലപ്പെട്ടു. അപ്പം ഉദഗ്രൻ, ദേവിയാൽ ഉദഗ്രൻ എന്ന അസുരൻ വൃക്ഷങ്ങളും കല്ലുകളും കൊണ്ട് എറിയപ്പെട്ടു കൊന്നു. പല്ലുകൾ കൊണ്ടും മുഷ്ടിത്തലങ്ങൾ കൊണ്ടും ഇടിച്ച് കരാളൻ എന്ന അസുരനെയും കൊന്നു. അപ്പോൾ കരാളൻ എന്ന അസുരനും കൊല്ലപ്പെട്ടു. ഉദഗ്രശ്ചരണേ ദേവി, അരണം യുദ്ധമാണ്. ഉദഗ്രൻ എന്ന അസുരനാണ്. ദേവിയാൽ ശില കല്ലാണ്, വൃക്ഷം തന്നെയാണ്. ഹത കൊന്നു. ഹത എന്ന് പറഞ്ഞാൽ കൊന്നു, കൊല്ലുക എന്നർത്ഥം. ദന്തം, മുഷ്ടി, തല, ചായേവ ഇവയെല്ലാം കൊണ്ട് പല്ലുകൾ കൊണ്ട് കടിച്ചും മുഷ്ടി ചുരുട്ടി ഇടിച്ചും കരാളനെയും പതിപ്പിച്ചു. നിപാതിത എന്ന് പറഞ്ഞാൽ താഴെയിട്ട് കൊല്ലപ്പെട്ടു. കരാളനെയും കൊല്ലപ്പെട്ടു. ഉദഗ്രശ്ചരണേ ദേവ്യാ ശിലാവൃക്ഷാദിബിർഹത ദന്തമുഷ്ടിത്തലൈശ്ചൈവ കരാളശ്ച നിപാതിതഃ. അടുത്ത ശ്ലോകം. ദേവി ക്രുദ്ധാഗതാപാദൈശ്ചൂർണയാമാസദോ ചോത്തദം. ദേവി ക്രുദ്ധ ഗതാപാദൈഹി ചൂർണയാമാസ. ഗതാപാദൈശ്ചൂർണയാമാസ എന്നൊന്നിച്ചും പറയാം. ചാ ഉദ്ധതം ചോത്തതം ബാഷ്കളം ഭിന്ദിപാലേന, ഭിണ്ടിപാലേന ബാണൈസ്താമ്രം തഥാ അന്തകം. ഇവിടെ ദേവി ക്രുദ്ധ ഗതാപാതൈഹി ചൂർണയാമാസ ചാ ഉദ്ധതം ബാഷ്കളം ഭിന്ദിപാലേന ബാണൈഹി താമ്രം തഥാ അന്തകം. ദേവി ക്രുദ്ധയായിട്ട് ഗത കൊണ്ട്, ഗതാപാതൈഹി എന്ന് പറഞ്ഞാൽ ഗത കൊണ്ടടിച്ച്, ചൂർണയാമാസം, ചൂർണം എന്ന് പറഞ്ഞാൽ പൊടി, ഗത കൊണ്ടടിച്ച് പൊടിയാക്കി കളഞ്ഞു. ആരെ? ഉദ്ധതം എന്ന് പറഞ്ഞാൽ ഉദ്ധതൻ എന്ന അസുരനെ. ഉദ്ധതൻ എന്ന അതാ ഓരോരോ അസുരന്മാർ വരികയാണ്. ആദ്യം ചിക്ഷുരൻ വന്നു, അവനെ കൊന്നു. അപ്പോൾ ചാമരൻ വന്നു, അവനെയും കൊന്നു. അത് കഴിഞ്ഞ് ഉദഗ്രൻ എന്ന അസുരൻ വന്നു, അവനെയും കൊന്നു. അത് കഴിഞ്ഞ് കരാളൻ എന്ന അസുരൻ വന്നു, അവനെയും കൊന്നു. ഇപ്പം ഇനി ഉദ്ധതനെയും കൊന്നു. എങ്ങനെ? ഗത കൊണ്ട്. ദേവി തൻ്റെ ഗത കൊണ്ടടിച്ച് പൊടിയാക്കി കളഞ്ഞു ഉദ്ധതനെ. ബാഷ്കളനെ ഭിണ്ടിപാലം എന്ന ആയുധം കൊണ്ട് ബാഷ്കളനെയും താമ്രനെയും അന്ധകനെയും, രണ്ടുപേര്, താമ്രം അന്ധകം ലാസ്റ്റിൽ ലൈനിൽ. അപ്പം താമ്രനെയും അന്ധകനെയും ബാണം കൊണ്ടും കൊന്നു. അപ്പോൾ അന്ധകൻ താമ്രൻ എന്ന അസുരന്മാരെ അസ്ത്രം കൊണ്ട് കൊന്നു. പിന്നെ ഉദ്ധതനെയും ബാഷ്കളനെയും ഗത കൊണ്ടും ഭിന്ദിപാലം കൊണ്ടും കൊന്നു. ദേവി ക്രുദ്ധാഗതാപാദൈ ചൂർണയാമാസ ചോത്തദം. ചാ ഉദ്ധതാണ് ചോത്തദം. ഗതാപാദൈഹി ചൂർണയാമാസ. ബാഷ്കളം ഭിന്ദിപാലേന, ബാഷ്കളം ഭിന്ദിപാലേന, ഭിഞ്ചിക്കുക എന്ന് പറയും. ഒരായുധാണ് ഭിന്ദിപാലം. ഭിന്ദിപാലേന ബാണൈസ്താമ്രം തഥാന്തകം. ബാണൈഹി താമ്രം, താമ്രനെയും തഥാ അതുപോലെ അന്ധകനെയും താമ്രനെയും ഭിന്ദിപാലങ്ങൾ കൊണ്ടും അസ്ത്രം കൊണ്ടും കൊന്നു. ഉദ്ധതനെയും ബാഷ്കളനെയും ഗത കൊണ്ടടിച്ചു കൊന്നു എന്ന് സാരം. ദേവി ക്രുദ്ധാഗതാപാദൈ ചൂർണയാമാസ ചോത്തദം ബാഷ്കളം ഭിന്ദിപാലേന, ബാഷ്കളനെ ഭിന്ദിപാലം കൊണ്ടും
ബാണൈസ്താമ്രം തഥാ ബാണങ്ങൾ കൊണ്ട് അസ്ത്രങ്ങൾ കൊണ്ട് താമ്രനെയും അന്തകനെയും കൊന്നു. അടുത്ത ശ്ലോകം. ഉഗ്രാസ്യം ഉഗ്രവീര്യം ച തഥൈവ ച മഹാഹനും ത്രിനേത്രാ ച ത്രിശൂലേന ജഘാന പരമേശ്വരി. പരമേശ്വരി ഇവിടെ രണ്ട് ഇതുണ്ട് സംബോധന. അതായത് ത്രിനേത്ര എന്നും ദേവിക്കൊരു വിശേഷണം, പരമേശ്വരി എന്നും വിശേഷണം. അപ്പോൾ പരമേശ്വരി എന്നും ത്രിനേത്ര എന്നുള്ളതും ദേവിയുടെ വിശേഷണങ്ങളാണ്. ഉഗ്രാസ്യം ഉഗ്രവീര്യം. ഉഗ്രാസ്യൻ എന്നും ഉഗ്രവീര്യൻ എന്നും പേരുള്ള രണ്ട് അസുരന്മാരെയും ച മഹാഹനും എന്നു പേരുള്ള അസുരനെയും. അപ്പം 3 പേര്, ഉഗ്രാസ്യനും ഉഗ്രവീര്യനും മഹാഹനും എന്ന് പറയുന്ന 3 പേരെ ആ മുക്കണ്ണിയായ ദേവി, പരമേശ്വരിയായ മുക്കണ്ണിയായ ദേവി ത്രിശൂലേന ജഘാന, ത്രിശൂലം കൊണ്ട് കൊന്നു, ത്രിശൂലം കൊണ്ട് കുത്തിക്കൊന്നു. അപ്പം ഉഗ്രാസ്യനും ഉഗ്രവീര്യനും മഹാഹനുവും ദേവിയുടെ ത്രിശൂലം കൊണ്ട് കൊല്ലപ്പെട്ടു. ഉഗ്രാസ്യം ഉഗ്രവീര്യം ച തഥൈവ ച മഹാഹനും ത്രിനേത്രാ ച ത്രിശൂലേന ജഘാന പരമേശ്വരി. ജഘാന എന്ന് പറഞ്ഞാൽ കൊന്നു എന്നർത്ഥം. ഈശ്വരി, പരമേശ്വരി, ശ്രേഷ്ഠയായ ഈശ്വരി. അടുത്ത ശ്ലോകം. ബിഡാലസ്യാസിനാകായാത് പാദയാമാസ വൈശിരഃ ദുർധരം ദുർമുഖം ചോഭൗ ശരൈർനിന്യേയമക്ഷയം. ബിഡാലൻ, ആക്ച്വലി ബിഡാലൻ എന്ന വാക്കിൻ്റെ അർത്ഥം പൂച്ച എന്നാണ്. അപ്പം ഇവൻ്റെ കണ്ണ് ചിലപ്പം പൂച്ചക്കണ്ണായിരിക്കും, അതുകൊണ്ടായിരിക്കും അവന് ബിഡാലസ്യൻ എന്ന് പേര് വന്നത്. അപ്പം ബിഡാലസ്യൻ എന്ന് പറയുന്ന അസുരനെ അസി എന്ന് പറഞ്ഞാൽ വാള്, ബിഡാലസ്യ അസിന, ബിഡാലസ്യാസിന എന്ന് ഒന്നിച്ചെഴുതിയിരിക്കുന്നത്. അപ്പം അസി എന്ന് പറഞ്ഞാൽ വാള് കൊണ്ട് ബിഡാലനെ കായാത്, ചില പുസ്തകത്തിൽ കോപാതെന്നുണ്ട്, ചിലതിൽ കായാത് എന്നാണ്. കായം ശരീരമാണ്. അപ്പോൾ ശരീരത്തിൽ നിന്ന്, കോപാതാണെങ്കിലോ കോപത്തോടെ, പാദയാമാസ വൈശിരഃ അവൻ്റെ ശിരസ് പതിപ്പിച്ചു, ശരീരത്തിൽ നിന്ന് വേർപെടുത്തി അവൻ്റെ ശിരസ്. ആരുടെ? ബിഡാലസ്യൻ്റെ. ദുർധരം ദുർമുഖം ചോഭൗ ശരൈർനിന്യേയമക്ഷയം. ദുർധരനെയും ദുർമുഖനെയും ഉഭൗ രണ്ടുപേരെയും ശരൈഹി നിന്യെ ശരങ്ങൾ കൊണ്ട്, നിന്യെ എന്ന് പറഞ്ഞാൽ നയിക്കുക. അപ്പം ശരങ്ങൾ കൊണ്ട് യമക്ഷയം നിന്യെ, യമക്ഷയം യമലോകം, ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം, ക്ഷയം എന്ന് പറഞ്ഞാൽ യമലോകത്തേക്ക് അയച്ചു. അപ്പോൾ ദുർധരനെയും ദുർമുഖനെയും രണ്ടുപേരെയും, അതാണ് ഉഭൗ, രണ്ടുപേരെയും ശരങ്ങൾ കൊണ്ട് യമലോകത്തേക്ക് അയച്ചു. ശരം അമ്പ ചെയ്ത് അവരെ രണ്ടുപേരെയും യമലോകത്തേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ അവരെയും കൊന്നു. ബിഡാലസ്യാസിനാകായാത് പാദയാമാസ വൈശിരഃ ദുർധരം ദുർമുഖം ചോഭൗ ശരൈർനിന്യേയമക്ഷയം. നിന്നെ നയിച്ചു, യമലോകത്തേക്ക് നയിച്ചു. അടുത്ത ശ്ലോകം. ഏവം സംക്ഷീയമാണേതു സ്വസൈന്യേ മഹിഷാസുരഃ മാഹിഷേണ സ്വരൂപേണ ത്രാസയാമാസ താൻ ഗണാൻ. അപ്പം ഏവം സംക്ഷീയമാണേ തു സ്വസൈന്യേ മഹിഷാസുരഃ മാഹിഷേണ സ്വരൂപേണ ത്രാസയാമാസ താൻ ഗണാൻ. അപ്പം ഏവം ഇപ്രകാരം സംക്ഷീയമാണേതു സ്വസൈന്യേ മഹിഷാസുരഃ, മഹിഷാസുരൻ തൻ്റെ സൈന്യങ്ങളെല്ലാം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് മാഹിഷേണ സ്വരൂപേണ, മാഹിഷം പോത്താണ്, മഹിഷം എന്ന് പറഞ്ഞാൽ പോത്ത്, ആ പോത്തിൻ്റെ സ്വരൂപം, ആക്ച്വലി മഹിഷാസുരൻ പോത്താണ് ശരിക്കുള്ള രൂപം. അപ്പോൾ ത്രാസയാമാസ താൻ ഗണാൻ. അപ്പോൾ ആ താൻ ഗണാൻ ഇവിടെ പറഞ്ഞ ദേവിയുടെ ഭൂതഗണങ്ങളെ,
അപ്പോൾ അവരെ എന്നർത്ഥം. അവരെ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഭൂതഗണങ്ങളെ ത്രാസയാമാസ വിറപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരെ പീഡിപ്പിച്ചു എന്നർത്ഥം. എങ്ങനെ? ആ മഹിഷാസുരൻ തൻ്റെ സ്വന്തം രൂപമായ മാഹിഷനായിട്ട് പോത്തായിട്ട് രൂപമെടുത്ത് എല്ലാവരെയും പീഡിപ്പിച്ചു, വിറപ്പിച്ചു എന്ന്. ത്രാസ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, പേടിക്കുക, ഭയന്ന് വിറയ്ക്കുക എന്ന് പറയില്ല അത്. അപ്പോൾ അവരെ പേടിപ്പിച്ചു. ഏവം സംക്ഷീയമാണേതോ, ഇപ്രകാരം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നതായ തൻ്റെ സൈന്യങ്ങളെ കണ്ട്, അതായത് മഹിഷാസുരൻ തൻ്റെ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചത് കണ്ടിട്ട് സ്വന്തം രൂപമായ മഹിഷത്തിൻ്റെ രൂപമെടുത്ത് എല്ലാവരെയും പീഡിപ്പിച്ചു എന്ന് അർത്ഥം. ഏവം സംക്ഷീയമാണേതു സ്വസൈന്യേ മഹിഷാസുരഃ മാഹിഷേണ സ്വരൂപേണ ത്രാസയാമാസ താൻ ഗണാൻ. ഇനി ഒന്നുകൂടെ വായിച്ചിട്ട് ടോട്ടൽ അർത്ഥം ഒന്നുകൂടെ പറയാം. തതോ വേഗാത് ഖമുൽപത്യ നിപത്യ ച മൃഗാരിണ കരപ്രഹാരേണ ശിരഃ ചാമരസ്യ പൃഥക്ൃതം. അനന്തര അതിവേഗത്തിൽ മേലോട്ട് ചാടിയ ശേഷം കീഴോട്ട് വന്ന് ചാമരൻ്റെ തലയിൽ അടിക്കുകയും തല വേറെയാക്കി ചെയ്യുകയും ചെയ്തു. പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ, കൃതം ചെയ്തു, വേറെയാക്കി ചെയ്തു. ഉദഗ്രശ്ചരണേ ദേവ്യാ ശിലാവൃക്ഷാദിഭിർഹതഃ ദന്തമുഷ്ടിത്തലൈശ്ചൈവ കരാളശ്ച നിപാതിതഃ. അനന്തരം അതിവേഗത്തിൽ മേലോട്ട് ചാടിയ ശേഷം കീഴോട്ട് വന്ന് ചാമരൻ്റെ തലയിൽ അടിക്കുകയും തല വേറെയാക്കി ചെയ്യുകയും ചെയ്തു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ ഉദഗ്രശ്ച ഗണൈർ ദേവ്യ, ദേവിയുടെ നിശ്വാസത്തിൽ നിന്ന് ജനിച്ച ഭൂതഗണങ്ങൾ കല്ലുകൾ എടുത്തെറിഞ്ഞും വൃക്ഷങ്ങൾ പിഴുതടിച്ചും ഉഗ്രനെ കൊന്നു വീഴ്ത്തി. കരാളൻ എന്ന അസുരനെ അവർ കടിച്ചും മുഷ്ടി ചുരുട്ടി ഇടിച്ചും താഴെയിട്ട് കൊന്നു. അടുത്ത ശ്ലോകം. ദേവി ക്രുദ്ധാഗതാപാദൈ ചൂർണയാമാസ ചോദ്ധതം ബാഷ്കളം വിണ്ടിപാലേന ബാണൈസ്താമ്രം തഥാന്തകം. ഭഗവതി അതിയായ കോപത്തോടുകൂടി ഉദ്ധതൻ എന്ന അസുരനെ ഗത കൊണ്ടടിച്ച് പൊടിയാക്കി. ബാഷ്കളൻ എന്ന അസുരനെ വിണ്ടിപാലം പ്രയോഗം കൊണ്ടും താമ്രൻ, അന്ധകൻ എന്നിവരെ അസ്ത്രങ്ങൾ കൊണ്ടും കൊന്നു വീഴ്ത്തി. അടുത്ത ശ്ലോകം. ഉഗ്രാസ്യമുഗ്രവീര്യം ച തഥൈവ ച മഹാഹനും ത്രിനേത്രാസാ ത്രിശൂലേന ജഘാനപരമേശ്വരി. ഇവിടെ തഥൈവ ച മഹാഹനം ത്രിനേത്രാച്ച ത്രിശൂലേന, അവിടെ പാഠഭേദമുണ്ട്. ത്രിനേത്ര സാ ത്രിശൂലേന എന്ന്. സാ എന്ന് പറഞ്ഞാൽ അവൾ. അപ്പം ത്രിനേത്രയായ പരമേശ്വരിയായ ദേവി ത്രിശൂലം കൊണ്ട് ഉഗ്രാസ്യൻ, ഉഗ്രവീര്യൻ, മഹാഹനു എന്നിവരെ കൊന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകം. ബിഡാലസ്യാസിന കോപാതെന്നും കായാതെന്നും പാഠഭേദം. പാതയാമാസ വൈശിരഃ ദുർധരം ദുർമുഖം ചോഭൗ ശരൈർനിന്യേ യമക്ഷയം. ആ ദേവി വാളുകൊണ്ട് വിടാലൻ അല്ലെങ്കിൽ വിലാളൻ എന്നൊക്കെ പാഠഭേദമുണ്ട്. വിടാളൻ എന്നുള്ളതാണ് ശരിക്കുള്ള വാക്ക്. വിടാലൻ എന്ന് പറഞ്ഞാൽ പൂച്ചയെന്നാണ് അർത്ഥം. അപ്പം ഇവന് ചിലപ്പം പൂച്ചയുടെ കണ്ണായിരിക്കും, അതുകൊണ്ടായിരിക്കും പൂച്ചക്കണ്ണൻ എന്ന അർത്ഥത്തിൽ വിടാളൻ എന്ന് പേരിട്ടത്. അപ്പം ആ വിടാളൻ്റെ തല മുറിച്ചും ദുർധരനെയും ദുർമുഖനെയും ശരങ്ങൾ കൊണ്ടും ദേവി നിഗ്രഹിച്ചു. അടുത്ത ശ്ലോകം. ഏവം സംക്ഷീയമാണേതു സ്വസൈന്യേ മഹിഷാസുരഃ മാഹിഷേണ സ്വരൂപേണ ത്രാസയാമാസ താൻ ഗണാൻ. ഇപ്രകാരം തൻ്റെ സൈന്യങ്ങൾ ക്ഷയിക്കുന്നത് കണ്ടിട്ട് മഹിഷാസുരൻ തൻ്റെ സ്വയമേയുള്ള മഹിഷത്തിൻ്റെ രൂപത്തെ പ്രാപിച്ച് ആ ഭൂതഗണങ്ങളെയൊക്കെ ദൂരെ പായിച്ചു. ദേവിയുടെ ഭൂതഗണങ്ങളെയൊക്കെ പേടിപ്പിച്ചു. ത്രാസയാമാസ വിറപ്പിച്ചു, പേടിച്ചു വിറച്ചു, അവരെ വിറപ്പിച്ചുകൊണ്ട് എന്നർത്ഥം.
അതാണ് താൻ ഗണാൻ, ദേവിയുടെ ഭൂതഗണങ്ങൾ. അപ്പോൾ എല്ലാവരെയും പേടിപ്പിച്ചു എന്നർത്ഥം. ഒരു പ്രാവശ്യം കൂടി പാടി തരാം. തതോ വേഗാത് ഖമുൽപത്യ നിപത്യ ച മൃഗാരിണ കരപ്രഹാരേണ ശിരഃ ചാമരസ്യ പൃഥകൃതം ഉദഗ്രശ്ചരണേ ദേവ്യാ ശിലാവൃക്ഷാദിബിർഹതഃ ദന്തമുഷ്ടിത്തലൈശ്ചൈവ കരാളശ്ച നിപാതിതഃ ദേവി ക്രുദ്ധാ ഗദാപാദൈശ്ചൂർണയാമാസ ചോത്തദം ബാഷ്കളം ബിന്ദിപാലേന ബാണൈസ്താമ്രം തഥാന്തകം ഉഗ്രാസ്യമുഗ്രവീര്യം ച തഥൈവ ച മഹാഹനും ത്രിനേത്രാ ച ത്രിശൂലേന ജഘാന പരമേശ്വരീ ബഡാലസ്യാസിനാകായാത് പാദയാമാസ വൈശിരഃ ദുർധരം ദുർമുഖം ചോപൗ ശരൈർനിന്യേയമക്ഷയം ഏവം സംക്ഷീയമാണേതു സ്വസൈന്യേ മഹിഷാസുരഃ മാഹിഷേണ സ്വരൂപേണ ത്രാസയാമാസ താൻ ഗണാൻ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാമത്വാ ക്ഷമസ്വ പരമേശ്വരി. അമേ നാരായണ.